ഹായ് കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും വോയിസ് ഓഫ് തേവയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ നേവ ഷോപ്പിലാണ് കേട്ടോ. ഒരു ടോയ് ഷോപ്പാണ്. അപ്പോൾ തേജാവയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവനറിയില്ല, ഞങ്ങളവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഇത് വാങ്ങാൻ വേണ്ടി വന്നത്. ഇവിടെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബൈക്കായാലും സ്കൂട്ടർ ആയാലും ഇപ്പോൾ ഈ മറ്റേ കാറ്, ജീപ്പ്, അങ്ങനെയുള്ള കുറേ അധികം സാധനങ്ങളുണ്ട്. തേജിക്കുട്ടിന് ഉറങ്ങി കിടക്കുക കേട്ടോ. അപ്പം ഞങ്ങളവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടം പോലെ കാറുകളുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് കണ്ടെടുക്കാൻ തോന്നും. R15 ഒക്കെ കണ്ടോ? അത് നമ്മൾ മറ്റേ ആക്സിലേറ്ററൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ പോണതാ. അതായത് ഈ കുഞ്ഞു ബൈക്ക് കൊള്ളാലോ എല്ലാം. അതൊക്കെ തേജാവിക്ക് എടുക്കാൻ നോക്കിയത്, പക്ഷെ അവൻ വലുതാവുമ്പോൾ ആ കാലിൻ്റെ ഒരളവ് ഇതാവില്ലല്ലോ, അത് കാരണം അതെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ഈ വണ്ടിയാണ് കേട്ടോ. പോബോ എന്നും പറഞ്ഞൊരു വണ്ടിയാണ് അത്. അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ തേജാവയോട് ഞങ്ങൾ പറഞ്ഞ അപ്പുറത്ത് അമ്പാടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണെന്നും പറഞ്ഞ് കാണിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറ്റിയപ്പോൾ ഇതാണ് അവൻ്റെ റിയാക്ഷൻ. എന്നിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ അവൻ ഇങ്ങോട്ടും വലിച്ചു, ഞാൻ അങ്ങോട്ടും വലിച്ചു. റിവീലിങ് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് ആദ്യം തേജാവ് വലതുകാല് വെച്ച് തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതേ വണ്ടി സ്റ്റാർട്ടാക്കി. ഫ്രണ്ട് മൊത്തം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റും മറ്റേ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇൻഡിക്കേറ്റർ എങ്ങനെ കിടക്കുള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ ആദ്യം തന്നെ അവൻ മറ്റേ ഇതിട്ടു കേട്ടോ, സ്വിങ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് നോക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ ആ സ്വിങ് അങ്ങ് മാറ്റി. എന്നിട്ട് ഇവൻ ഓടിക്കാനറിയില്ല, നേരെ ചവിട്ടി ഇങ്ങനെ ഓടിക്കും. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിക്കും. അങ്ങനെയാണ് അവൻ ഇത്രയും നേരം ഓടിച്ചുകൊണ്ടിരിക്കണേ. കണ്ടോ? ഇങ്ങനെ ചുമ്മാ ചവിട്ടിയിടും. ഇപ്പം അവൻ പാട്ട് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഇതിൽ പാട്ടുണ്ട്, ഹോണുണ്ട്. AC ഒക്കെ വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കണ്ടോ? ഇതിപ്പോൾ അവൻ ഓടിച്ചു വന്നിടിച്ചല്ല, ഞാൻ റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് തന്നെ പോയി ഇടിച്ചതാണ് കേട്ടോ. ഞാനേ റൂമിൽ കയറ്റാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ഒരു ഗരുഡനാ അല്ല കഥകളിയാണെന്നും പറഞ്ഞ് ഒരുത്ത ഫ്രണ്ടിൽ കയറി ഇരിക്കുക, എന്നിട്ട് തപസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് അവനെ സന്തോഷമാക്കി. അവൻ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് അവൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഷോക്ക് നല്ലോണം താന്നായിട്ടിരിക്കണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെളിയിൽ ഇറക്കി വണ്ടി. മുഖത്താണെങ്കിൽ ഓടിക്കാൻ സ്ഥലവും ഇല്ല. അങ്ങനെ അപ്പോടി ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും വണ്ടി വെളിയിൽ ഇറക്കി. ഇവനാണെങ്കിൽ വളയ്ക്കാൻ പറഞ്ഞിട്ട് വളയ്ക്കണില്ലെന്നേ, എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിച്ചു കയറും. കണ്ടോ? അതിപ്പോൾ ചെന്ന് ഇടിച്ചു കയറും കേട്ടോ. ഇനി ഒന്നുകൂടെ നേരെ എടുത്തിട്ട് ചവിട്ടി വളർത്തി ഇടിച്ചു കയറി. അന്നേരം അവിടെ നിന്നൊരു വണ്ടി വന്ന് പെട്ടെന്ന് തന്നെ ഞാൻ അവനെടുത്ത് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞ് ആ നേരെ പോയി ഗുഡു 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 എന്ന് പറയാം, അങ്ങ് ഒറ്റ പോക്ക്. ഇപ്പോൾ വണ്ടിയിൽ ഒന്ന് ഇടിച്ചു കയറിയാനെ. അങ്ങനെ അവൻ ആ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പോൾ പുറകോട്ട് എടുക്കുക. ഒന്ന് ഇടിച്ചു കയറുന്നു. ഇവന് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം അവിടെ നിന്ന് തേജാവനോട് പറഞ്ഞു കൊടുക്കണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഷോട്ട് എടുക്കാൻ നോക്കി, പക്ഷെ ഒത്തില്ല. അവനെ വെച്ചുകൊണ്ട് പറ്റത്തില്ല ഷോട്ട് എടുക്കാൻ. അവനെ ഈ അടി കൂടെ വന്നിട്ട് ഈ ഫോണിലായിട്ട് ഒന്ന് ഇടിച്ചിരിക്കൂലേ, അതേപോലത്തെ ഒരു ഇതെടുക്കാൻ നോക്കിയതാ, പക്ഷെ ഒത്തില്ല അവനായത് കാരണം. ഞാനാണെങ്കിൽ പൊളിച്ചേനെ. കണ്ടോ? അവസാനം അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് ഇങ്ങോട്ട് വന്ന് കിട്ടി. ഇതേ പോണ് അവിടെ ഒരു ചെറിയൊരു ഇറക്കമുണ്ട് കേട്ടോ. അതുവഴിയൊക്കെ ചുമ്മാ ഇറങ്ങി പോവാ ഇറക്കാൻ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറകെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് വണ്ടി വീട്ടിലോട്ട് കയറ്റി ഇതേ പോയിടിക്കുന്നു. ഇവന് മൊത്തം ഇടി മാത്രമേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.